വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. കുറേ ദിവസമായില്ലേ നല്ലൊരു വ്ളോഗൊക്കെ ഷെയർ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും എൻ്റെ അമ്മാവിൻ്റെ മോൻ്റെ നിക്കാഹ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നിക്കാഹിൻ്റെ തലേ ദിവസം നമ്മുടെ മലബാർ സൈഡിലൊക്കെ ഭയങ്കര രസമായിരിക്കും. വീട്ടുകാരൊക്കെ കൂടിയിട്ട് രാവിലെ തന്നെ എല്ലാവരും കല്യാണ വീട്ടിലൊക്കെ വരും. അപ്പോൾ ഇന്നിപ്പം എനിക്ക് അങ്ങോട്ടേക്ക് പോകാനുണ്ട്. എന്താണെങ്കിലും മക്കൾക്ക് സ്കൂളുണ്ട്. അപ്പോൾ മക്കളെ സ്കൂളിലേക്ക് വിട്ടിട്ട് വേണം എനിക്ക് കല്യാണ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്രൂം ടു ബി ഫംഗ്ഷന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. പിന്നെ മക്കളുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടൊന്നുമില്ല. മക്കളുടെ ഡ്രസ്സ് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റേത് ഷോളൊന്ന് റെഡിയാക്കാനൊക്കെ ഉണ്ട്. അപ്പം ഡ്രസ്സിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. ഡ്രസ്സിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു എവിടുന്നാണ് ഡ്രസ്സ് എടുത്തതെന്നൊക്കെ. അതൊക്കെ ഞാൻ ഈ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തിരക്കിനിടയിൽ അത്യാവശ്യം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാർട്ടിങ് വീഡിയോ തന്നെ എടുത്തിട്ടുള്ളത്. കാരണം ഇവരെ പറഞ്ഞയച്ചിട്ട് എനിക്കും പരിപാടികളുണ്ട്. എനിക്കും വീഡിയോ എടുത്ത് നടക്കാൻ പറ്റില്ല. കാരണം കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. ഇന്നാണെങ്കിൽ എനിക്ക് മോർണിംഗ് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു നിക്കാഹ് ഡേൻ്റെ അന്ന് തന്നെ ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു, ഒരു മന്തി റെസ്റ്റോറൻറ്റ് തിരൂരുള്ള. അപ്പോൾ അതിൻ്റെ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ ഒത്തിരി പരിപാടികളുണ്ട്. ഞാൻ കല്യാണ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞില്ലേ, ഗ്രൂം ടു ബി ഫംഗ്ഷൻ്റെ വീഡിയോസും ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ ഇതാണ് റോസ്വിൻ്റും റോഹിൻ്റെയും ഡ്രസ്സ് കേട്ടോ. ഒരേപോലെ ചെയ്തതാണ്. എൻ്റെയും കൂടി വരാനുണ്ട്. എൻ്റെ ഷോൾ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല, അത് ഇന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് പോകുന്ന വഴിക്ക് അത് വാങ്ങിക്കാനുണ്ട്. അങ്ങനെ റൂയിനെ ഇക്കയാണ് കൊണ്ടാക്കി കൊടുക്കുന്നത്. ഇന്ന് ഞാൻ പോകുന്നില്ല. കാരണം ഇന്ന് ഞാൻ പോകാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പരിപാടി നടക്കില്ല. അപ്പം എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അപ്രതീക്ഷിതമായിട്ട് ഇന്നൊരു ഷൂട്ട് കൂടി ഉണ്ടായിരുന്നു. അതും കൂടി എടുത്തിട്ട് വേണം ഗ്രൂം ടു ബിക്ക് പോകാൻ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ജുമുള്ള ദിവസമാണ്. ആകെ മൊത്തം ഒരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. കാരണം നമ്മൾ എന്തെങ്കിലും രാവിലത്തെ പണികൾ എന്തെങ്കിലും ഒന്ന് പാളിപ്പോയാൽ മൊത്തത്തിൽ പാളിപ്പോവും. അപ്പോൾ അതാ ഫസ്റ്റ് നമ്മുടെ മന്തി റെസ്റ്റോറൻറ്റ്, അതായത് അൽറാസി റെസ്റ്റോറൻറ്റ് തിരൂർ നടുവിലങ്ങാടിയുള്ള അവിടേക്കാണ് പോകുന്നത്. അവിടെ ഞാൻ പറഞ്ഞല്ലോ ഇനോഗ്രേഷൻ നെക്സ്റ്റ് ഡേ ആണ്, അന്ന് നിക്കാവുമല്ലേ. അപ്പോൾ എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല. അപ്പം നേരത്തെ വന്നിട്ട് ഇനോഗ്രേഷൻ അന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഒരുപാട് ആൾക്കാരോട് വന്നിട്ടുണ്ടായിരുന്നു. എന്നെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് നിക്കാഹ് ഫംഗ്ഷൻ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത് കേട്ടോ. അങ്ങനെ ഇതാ നേരെ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. എൻ്റെ വീട്ടിൽ നിന്ന് നാത്തൂനെയും അനിയത്തിനെയും എടുക്കാനുണ്ട്. കാരണം ഇന്ന് നമുക്കൊരു ഗ്രൂം ടു ബി ഷൂട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസാണ് ഞാനിപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത്. വോയിസ് ഒന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. കാരണം അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ട് നമ്മൾ എത്രയോ മണിക്കൂറുകളോളം എടുത്തിട്ടാണ് ആ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എൻ്റെ അങ്കിളിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നമ്മൾ ഈ ഒരു ഷൂട്ടിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. കാരണം കല്യാണ വീട്ടിലിപ്പം അത്യാവശ്യം ആൾക്കാരുണ്ട്. എല്ലാവരും കൂടി ആകുമ്പോൾ നമുക്കൊന്നും നടക്കില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. അങ്ങനെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും അബായയിലുള്ള ഒരു വീഡിയോ കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ഇതിപ്പം ഞാൻ വോയിസ് ആയിട്ട് ഇതിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എന്തായാലും സൈഡിൽ കൊടുക്കാം. ഇൻസ്റ്റഗ്രാമില്ലാത്ത കുറേ ആൾക്കാരുണ്ടാവില്ലേ യൂട്യൂബ് വീഡിയോസ് കാണുന്നവർ. അപ്പോൾ ഇതാ ബിഹൈൻഡ് ദ സീൻസാണ്. കുറേ നമ്മൾ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ വെയിലത്ത് എല്ലാവർക്കും തലവേദന ഉണ്ടായിരുന്നു അന്ന് വൈകുന്നേരം. അന്ന് വൈകുന്നേരമാണെങ്കിൽ നമ്മൾ കല്യാണ വീട്ടിൽ തലേന്നുള്ള ഫംഗ്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പം എല്ലാവരും ടാബ്ലറ്റ് കുടിച്ചിട്ടുണ്ടായിരുന്നു തലവേദനയായിട്ട്, ഈ ഒരു വെയിൽ കൊണ്ടിട്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ബ്ലൂപ്പേഴ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ, കണ്ടു നോക്കും. ആയിട്ടില്ല, അവർ നടന്നോട്ടെ. Start. Action. Start. Action. അപ്പോൾ ബ്ലൂബേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ഫൈനൽ വീഡിയോ കേട്ടോ. ഗ്രൂം ടു ബി വീഡിയോ ഇതാണ്. അപ്പം നമ്മൾ ഇങ്ങനെയല്ലായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു വെയിൽ കാരണം നമുക്ക് ഒന്നും മൈൻഡ് സെറ്റാവുന്നില്ല. വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. എന്തായാലും കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ
മ്യൂസിക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മ്യൂസിക് ഒഴിവാക്കിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ മാത്രം കാണിക്കുന്നത്. ഇത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ കണ്ടവരുണ്ടെങ്കിൽ താഴെ കമൻസിൽ അറിയിക്കുക, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടോ ഇൻസ്റ്റഗ്രാമിൽ. അങ്ങനെ കാണുമ്പോഴാണ് ഈ ഒരു വീഡിയോക്ക് ഒന്നുകൂടെ രസം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണ വീട്ടിലോട്ട് തന്നെ വന്നു. ഇവിടെ പിന്നെ എല്ലാവരും ചുമക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയാണെന്ന് ഫുഡ്, ഉച്ചത്തേക്കുള്ള ഫുഡ്. എനിക്കാണെങ്കിൽ നല്ല തലവേദന, എനിക്കാണെങ്കിൽ ഫിസിയോതെറാപ്പിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഗ്രൂം ടു ബി ഫ്ലെക്സ് ആട്ടോ, ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ചെറുപ്പത്തിലത്തെ ഫോട്ടോ വെച്ചിട്ടാണ് ഫ്ലെക്സ് ചെയ്തിട്ടുള്ളത്. ഇവൻ്റെ പണിയാണ്. ശരിക്കും ഒന്ന് ഞാൻ 2 ടാബ്ലറ്റാണ് കുടിച്ചത് കേട്ടോ തലവേദനയായിട്ട്. അല്ലെങ്കിലോ വെയിൽ കണ്ണിൽ തട്ടാൻ പറ്റില്ല. സൺഗ്ലാസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പോലും ഭയങ്കര തലവേദന, ഛർദ്ദിക്കാൻ വരലും എല്ലാം കൂടി നല്ലൊരു ഡേ ആയിരുന്നു അന്ന്. ഇപ്പോഴും എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് ആ ഒരു ഡേ ഓർമ്മ വരുന്നുണ്ട്. ശരിക്കും നമ്മൾ കല്യാണം അല്ലെങ്കിൽ നിക്കാഹിനേക്കാൾ രസം അതിൻ്റെ തലേ ദിവസം നമ്മൾ വീട്ടുകാരൊക്കെ കൂടി ഒരുമിച്ച് കൂടുമ്പോഴല്ലേ. അപ്പം ഇന്ന് പാട്ടും ഡാൻസൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടുകാർ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി, മക്കൾ സ്കൂളിൽ വിട്ട് വന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ പിന്നെ തലവേദനിച്ച് കിടപ്പായിരുന്നു. അതുകൊണ്ട് ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ എങ്ങനെയോ ആണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവിടുന്ന്, അമ്മാവിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തലവേദനയായിട്ട്. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ ഹൈഷ് ഡിസൈനിലോട്ട് പോവാണ്. എൻ്റെ ഷോൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഷോൾ ഇന്നാണ് റെഡിയായി കിട്ടുന്നത്. അപ്പോൾ അത് വാങ്ങിച്ച് നേരെ ഇനി കല്യാണ വീട്ടിലോട്ട് പോവാണ്. അതാ നമ്മുടെ ആയിഷാസ് കിച്ചന്റെ പറ വേദിയിലേക്ക് കടന്നു വരുന്നു. എല്ലാവരും ചെയ്യേണ്ടതാണ്. ശരിക്കും ഇതൊക്കെ ലൈവ് വോയിസ് ആയിട്ട് കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ രസം ഉണ്ടാവുക. എനിക്ക് ചില സൗണ്ട് കൊണ്ട് നമുക്ക് വല്ലാണ്ട് ലൈവായിട്ട് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്, കാരണം കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ വരും. എന്തായാലും നല്ല രസമുള്ളൊരു ഡേ ആയിരുന്നു. തലേന്ന് എല്ലാവരും കൂടി കൂടുമ്പോൾ, അല്ലെങ്കിലും ഇവിടെ ഈ വീട്ടിൽ നമ്മളെല്ലാവരും കൂടി കൂടുമ്പോൾ നല്ല വൈബാണ്. എല്ലാവരും ഒരേ വൈബുള്ള ആൾക്കാരാണ്. ആർക്കും പറ്റില്ല അത് ഇതൊന്നും പറയാത്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാത്തിനും ഇറങ്ങുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നല്ല കൂളാണ്, നല്ല രസമാണ്. നല്ല രസമുണ്ടായിരുന്നു അന്നത്തെ ദിവസം. എന്താ പറയുക, പക്ഷേ അന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഗ്രൂം ടു ബിയുടെ വീഡിയോ ഷൂട്ടിന് പോയതുകൊണ്ട് എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. അമ്മാവന് രാഷ്ട്രീയത്തിലാണ്, അപ്പോൾ അതുകൊണ്ട് അവരുടെ ആൾക്കാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാവരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വെച്ചിട്ട് റൂമിൽ മാത്രമായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ പാട്ടും ഡാൻസൊക്കെ അവിടെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമ്മളെ പുയ്യാപ്പിളിൻ്റെ പേര് ഷാബിൻ എന്നാണ്. കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടീൻ്റെ പേര് ഷഹന. പിന്നെ നമ്മളെ പുയ്യാപ്പിളക്ക് ഈ ഒരു സംഭവം അറിയില്ലായിരുന്നു കേട്ടോ. സർപ്രൈസായിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ചൈൽഡ്ഹുഡ് ഫോട്ടോ ഒക്കെ വെച്ചിട്ടായിരുന്നു ഫ്ലെക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, അവനക്ക് ആകെ മൊത്തമൊരു ജ്ഞാനം. ഇവിടെ ഇപ്പോൾ 2 പേരെ കാര്യമായിട്ട് കാണുന്നുണ്ടാവില്ല. ഇവിടുത്തെ മൂത്ത മരുമോളെയും കുഞ്ഞിനെയും 2 പേർക്കും ചെറിയൊരു പനിയുണ്ട്. അപ്പം കുഞ്ഞിന് പനി ഉണ്ടാകുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്കൊരു ടെൻഷൻ. അപ്പോൾ ഇവർ 2 പേർക്കും പനിയാണ്. അവൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നപ്പോഴാണ് ഈ ഒരു പനി വന്നത്. ഇവിടെ പുതിയങ്ങാടിക്കാർക്ക് എല്ലാത്തിൻ്റെ കൂടെയും പടക്കം വേണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കാണെങ്കിൽ അത് വലിയ താല്പര്യമില്ലാത്തൊരു മട്ടാണ്. ഇവിടെ റൂഹിക്കൊക്കെ ഭയങ്കര പേടിയാണ്. റൂഹി ഭയങ്കര കരച്ചിലായിരുന്നു ഇതിന് സൗണ്ടൊക്കെ കേട്ടിട്ട്. അപ്പോൾ അത് പിന്നെ ഇല്ലാണ്ടൊരു പരിപാടിയില്ല. പ്രത്യേകിച്ച് കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര വൈബാണ്. പടക്കമൊക്കെ മാക്സിമം ഒരു പൊട്ടിക്കും.
പൊട്ടിയോ? എവിടെടോ? അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കലായി. ഫുഡ് നല്ല അടിപൊളി ലഗോൺ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾ വേഗം തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഇനിയും ഇവിടെ കുറേ നിന്നാൽ പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നിൽക്കാറ്. 10:30 ആകുമ്പോഴേക്കും ഇവിടെ എത്തണം. ഇനിയും ഒരുപാട് വിശേഷങ്ങളുണ്ട് ഈ ഒരു വ്ളോഗിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറേയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഫങ്ഷൻസൊക്കെ നമ്മൾ കുറേ കൊടുക്കുമ്പോൾ അതെല്ലാവർക്കും ഒരേപോലെ എടുക്കണം എന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു വൈബിളൊരു ഡേ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയുക, നല്ലൊരു ഇതാണ്. പിന്നെ നമ്മൾ നിക്കാഹ് നെക്സ്റ്റ് ഡേ ഉള്ളത് പെണ്ണിൻ്റെ വീട്ടിലാട്ടോ നിക്കാഹ് ഫംഗ്ഷൻ വരുന്നത്. അപ്പം നമ്മൾ ചെക്കൻ്റെ വീട്ടിലെ പരിപാടികൾ ഇതോട് കൂടിയിട്ട് അവസാനിക്കുന്നു. പിന്നെന്താ, അമ്മാവൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. നമ്മളുടെ ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വേണം, നമ്മൾ ഇറങ്ങിയിട്ട് വേണം ഇനിയിപ്പോൾ അവർ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിക്കാഹിൻ്റെ തലേന്ന് ഇനിയും ഒരുപാട് ആൾക്കാർ വരാണ്ട് കേട്ടോ. നെക്സ്റ്റ് ഡേ നിക്കാഹ് മോർണിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ദൂരമുള്ളൊരു വയനാട് ഭാഗത്താണ് എൻ്റെ ഉമ്മാൻ്റെ വലിയമാൻ്റെ കുടുംബക്കാരും എൻ്റെ ഇവിടുത്തെ അമ്മായിൻ്റെ ഫാമിലിയൊക്കെ ഉള്ളത്. അപ്പോൾ അവർ അമ്മായിൻ്റെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ വലിയമാൻ്റെ ഫാമിലിയിലുള്ളവരൊക്കെ ഇനിയും വരാനുണ്ട്. അപ്പോൾ അവരൊക്കെ നെക്സ്റ്റ് ഡേ നിക്കാഹിന് എത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീട്ടിലെ നിക്കാഹിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഒന്ന് ഫോട്ടോ എടുക്കലും റീലൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. കാരണം നമ്മളെല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞിരിക്കലും അങ്ങനെ ഒരു വൈബായതുകൊണ്ട് എങ്ങനെയാണ് അവ കല്യാണ വീട്ടിലൊക്കെ എല്ലാവരും റീലെടുക്കുന്നത്, ഒരു പിടുത്തമില്ല. അങ്ങനെ തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. നെക്സ്റ്റ് ഡേ നിക്കാഹിനുള്ള ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ നിക്കാഹിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യാം. അതിനു മുമ്പ് നമ്മളെ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് നിക്കാഹിന് ഞാനിട്ടുള്ള ഡ്രസ്സിൻ്റെ വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി റീന് നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, തിരൂന്ന് തന്നെ എടുത്തത്. അപ്പോൾ അതൊന്ന് ഓൾട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ ഒരു ഷോപ്പിൽ, ഹായിഷ് ഡിസൈൻസ്, ദാറുസലാം മോളിൽ, അതായത് തിരൂർ പൂങ്ങോട്ടുകുളം ദാറുസലാം മോളിൽ 3rd ഫ്ലോറിലാണ് ഹായിഷ് ഡിസൈൻസ് വരുന്നത്. അപ്പോൾ അവിടെ ഓൾട്രേഷനായിട്ട് വന്നപ്പോഴാണ് ഞാൻ ഇവിടുത്തെ ഡ്രസ്സുകളും കസ്റ്റമൈസേഷനും അവിടെ സ്റ്റിച്ചിങ് ഉണ്ടെന്നൊക്കെ അറിഞ്ഞത്. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയുമെന്നറിയില്ല ഈ ഒരു ഷോപ്പ്. പക്ഷേ എന്തായാലും അടിപൊളി ഷോപ്പാണ്, നല്ല കസ്റ്റമൈസേഷനാണ് ചെയ്യുന്നത്. അത്രയും ആൾക്കാരുണ്ട് സ്റ്റിച്ചിങ്ങിനായിട്ട്. പിന്നെ അതുപോലെ തന്നെ 1 hour സ്റ്റിച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് പെട്ടെന്നൊക്കെ റെഡി ആക്കിയിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. പിന്നെ ഇതുപോലെ എന്താ പറയുക, ഹാൻഡ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അടിപൊളി വർക്കാണ്, ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞ പോലെയാണ് ഇവരെനിക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അതാണ് എനിക്ക് ഏറ്റവും പറയാനുള്ളത്. കാരണം എനിക്ക് മോഡസ്റ്റ് വെയർ ലുക്കിലുള്ള ഡ്രസ്സാണ് ഇഷ്ടം. പക്ഷേ അത് നല്ലൊരു പാർട്ടി വെയർ ലുക്കും വേണം, എന്നാൽ അഫോർഡബിൾ പ്രൈസുമാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഡ്രസ്സിൽ ഹാൻഡ് വർക്കൊന്നും ചെയ്തിട്ടില്ല, ഷോളിൽ മാത്രമേ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പം തുണി അതുപോലെ കസ്റ്റമൈസേഷൻ ഒന്നും എനിക്ക് അധികം പ്രൈസ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം. ട്വിന്നിങ് ഡ്രസ്സിനൊക്കെ നല്ല അടിപൊളി ഷോപ്പാണ് ഹായിഷ് ഡിസൈൻസ്. 2 സിസ്റ്റേഴ്സ് കൂടിയിട്ടാണ് നടത്തുന്നത്. കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. ലൊക്കേഷൻ വരുന്നത് തിരൂർ പൂങ്ങോട്ടുകുളം ദാറുസലാം മോള് 3rd ഫ്ലോറിലാട്ടോ ഹായിഷ് ഡിസൈൻസ്. അപ്പോൾ ഇതാണ് റോസുൻ്റെ റൂഹിൻ്റെ ഡ്രസ്സ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളറിൽ നല്ല ക്യൂട്ടായിട്ടുള്ള വർക്കാണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ മീൻസ് നമ്മൾ പല കസ്റ്റമൈസേഷൻ വരുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അഫോർഡബിൾ പ്രൈസാണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഭയങ്കര റേറ്റ് ഇല്ലേ. അപ്പോൾ ഇതൊക്കെ നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ ഇഷ്ടപ്പെട്ട കളറിൽ മക്കളുടെ നല്ല കറക്റ്റ് ഫിറ്റിലൊക്കെ ഡ്രസ്സ് കിട്ടുകയെന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് എൻ്റെ ഡ്രസ്സൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടുകയെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എൻ്റെ ഡ്രസ്സ്. കാരണം ഞാനിടുന്ന ടൈപ്പിൽ നല്ലൊരു പാർട്ടി വെയർ കിട്ടി എന്നുള്ളത്, നല്ല രസമുള്ളൊരു കളറിൽ കിട്ടി എന്നുള്ളത് തന്നെ എനിക്ക് വലിയൊരു കാര്യമായിട്ടാണ്.
അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരേപോലത്തെ ഡ്രസ്സ് നിങ്ങൾക്ക് റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരൂർ ഭാഗത്തുള്ളവർ അല്ലെങ്കിൽ റിലേറ്റഡ് ഭാഗത്തുള്ളവർക്കൊക്കെ ഇവിടെ വരാം. അപ്പം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക്